രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഞാൻ ഉറങ്ങിയത്. എന്നിട്ട് രാവിലെ 9 മണിക്ക് ഉറക്കം എഴുന്നേറ്റു. ഇപ്പോൾ രാത്രി പിന്നെയും 12 മണിയായിട്ടുണ്ട്. ഞാൻ എന്താ ഇപ്പം ജസ്റ്റ് ഫ്ലാറ്റിൽ TV കാണുകയല്ല, ബാക്ക്ഗ്രൗണ്ടിൽ TV ഇട്ടേക്കാണ്. ഞാൻ വർക്കിംഗ് ആണ്. ഇത്രയും ഓണം തരുന്നിട്ടും എനിക്ക് സ്റ്റിൽ ഉറക്കം വരുന്നില്ല. കുറച്ച് നേരത്തെ ഒന്ന് തൂങ്ങിയായിരുന്നു. പിന്നെ എഴുന്നേറ്റു, ബാക്ക് ടു വർക്ക്, മുഖം കഴുകി ഫ്രഷായി, സ്റ്റിൽ വർക്കിംഗ്. ഭയങ്കര അൺഹെൽത്തിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കോൺസ്റ്റൻ്റ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ഞാൻ വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഉറക്കം വരുന്നില്ല. ലിറ്ററലി അൺഹെൽത്തിയാണെന്ന് അറിയാം, സ്റ്റിൽ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്കിന്ന് നോമ്പായിരുന്നു, ഞാനത് കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആണ്. അപ്പം ഈ ഒരു ഡ്രൈവ് എനിക്ക് ലൈക്ക് വർഷങ്ങളായിട്ടുണ്ട്, നോൺ സ്റ്റോപ്പായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ആക്ഷൻസ് ഐ മേക്ക് ഷുവർ ഐ ഡെഫിനറ്റ്ലി മേക്ക് മണി ഫ്രം ഇറ്റ്. എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയല്ല, എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫ്രീഡം എനിക്ക് ഫാമിലീനെ ഹെൽപ്പ് ചെയ്യണം, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അത്രയ്ക്ക് ഡ്രൈവാണ് എനിക്ക്. ഈ ഒരു ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടൂ. അല്ലാതെ ബിസിനസ് നിങ്ങൾ ഇന്നലെ തുടങ്ങിയെന്ന് പറഞ്ഞ് 6 മാസമോ 1 വർഷമോ ട്രൈ ചെയ്തു റിസൾട്ട് കിട്ടിയില്ല, അത് നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് റിസൾട്ട് വേണമെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ, ഇത് കുറവായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ ഈ ചെയ്യുന്നതും പോരാ, ഇതിൻ്റെ അപ്പുറത്തെ ലെവലിൽ നമ്മൾ അത്രമാത്രം എഫേർട്ട് ഇടണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട്, അല്ലെങ്കിൽ അതിലും വലിയൊരു റിസൾട്ട് കിട്ടി നമ്മൾ വേറെ ഒരു കാറ്റഗറിയിൽ തന്നെ കയറണം നമുക്ക്. എന്നാലേ നമ്മൾ ആൾക്കാർ നമ്മളെ കാണുന്ന രീതി ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അതിന് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് നിന്ന് യോ ആക്ഷൻസ് വിൽ സ്പീക്ക് ലൗഡർ ദാൻ യുവർ വേർഡ്സ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രമാത്രം എഫേർട്ട് ഇടുക. നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാനല്ല, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. ഒരു കാരണവശാലും. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ തോറ്റു കൊടുക്കുന്ന പരിപാടിയില്ല. ഞാൻ നിർത്തത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തോക്കാത്തത്. അല്ലാതെ എനിക്ക് നിങ്ങളെക്കാട്ടിയും വലിയ കഴിവൊന്നുമില്ല, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാൻ നിർത്തുന്ന പരിപാടിയില്ല. തോറ്റു എന്നൊരു കാര്യം എൻ്റെ ഡിക്ഷണറിയിലില്ല. അത് തോറ്റു കഴിഞ്ഞാൽ മീൻസ് ഐ ലേൺ സംതിങ്, അത് ഐ ഡു ദാറ്റ് അഗൈൻ. ഞാനത് ജയിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ടോപ്പ് 1% എത്താൻ പറ്റത്തുള്ളൂ.